ഇവിടെ 2 മുയലുകളുണ്ട്, 3 മുയലുണ്ട്. അനങ്ങാതിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? 3 മുയലുകൾ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു അവിടെ കാടിൻ്റെ ഉള്ളിൽ പതുങ്ങി. റോഡ് ഇവിടെ ഇഷ്ടംപോലെ കാട്ടുമുയലുകളുണ്ടേ. അത് മാട്ടുമുയലുമുണ്ട്, മാനുകളുണ്ട്. എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അതുപോലെ തന്നെ പൂക്കൾ ഇവിടെ എല്ലാം ഇപ്പം നട്ടു വെച്ചിട്ടുണ്ട്. ഒന്നും ഇപ്പം പ്ലാന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴത്തേനും മൊത്തം പൂക്കളായിരിക്കും ഇവിടെ എല്ലാം. നല്ല ഭംഗിയാണ്. നല്ല ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഏരിയയാണ് നടക്കാനൊക്കെ. അപ്പം ഇതുവഴിയാണ് ഞങ്ങൾ മിക്കവാറും തന്നെ നടക്കുന്നത്. ഞങ്ങളുടെ മരങ്ങൾ, വൃക്ഷലതാദികൾ, നല്ല ഭംഗി. ഇത് നല്ല ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ മനസ്സിന് നല്ല കുളിർമ ചെയ്യുന്ന ഒരു അന്തരീക്ഷം. നല്ല പോസിറ്റീവ് എനർജി, ഒരു ശല്യവും ഇല്ല ഒന്നിൻ്റെയും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഈ പൂക്കളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എന്ത് പൊട്ടിപ്പൂവോ എന്തോ പറയുമല്ലോ, എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും ഓർമ്മയില്ല കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗി ഇതെല്ലാം കാണാൻ. അത് കണ്ടോ, ചെടികൾ, മരങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ കാണാനൊക്കെ ആണെങ്കിൽ. നല്ല ഭംഗി. ഇത് ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുവാണേ. ഏക്കർ കണക്കിന് ഇങ്ങനെ താഴോട്ട് കിടക്കുകയാണ് ഫോറസ്റ്റ്. പക്ഷേ അതിൻ്റെ ഇടയിൽ അമ്പർ കോളേജിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ കുളങ്ങളും ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, മരങ്ങൾ, കുളങ്ങൾ, ചെടികളും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഇത് കണ്ടോ, ഒരു പോണ്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് ഇവിടെ. ഞാനിങ്ങനെ ഈ ഏരിയ കൂടെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ കണ്ടോ, പക്ഷെ ഇവിടെ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊതുകുണ്ട്. ചില ടിക്കെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ അത് അപകടമാണ്. അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ്. ചിലർക്ക് അത് പെട്ടെന്ന് തന്നെ കടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് കണ്ടോ, ഇവിടെ കണ്ടോ പോണ്ട് കണ്ടോ. ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു പോണ്ട്. ചെടികൾ അതിമനോഹരമാണ് ഈ ഏരിയ. ഒരുപാട് ദൂരമുണ്ട് നടക്കാൻ. എന്തെന്നൊരു എത്ര ഏക്കർ